കായിക താരങ്ങളുടെ പാരിതോഷികം മുടങ്ങിയതിൽ നടപടിയുമായി കായിക വകുപ്പ്. ന്യൂസ് മലയാളം വാർത്തയിൽ കായിക വകുപ്പ് ഡയറക്ടറോട് മന്ത്രി OJ ജനീഷ് റിപ്പോർട്ട് തേടി. 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. വിഷയത്തിൽ കായിക വകുപ്പ് സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം ഇംപാക്ട് സനിറ്റയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിറ്റ, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കായിക താരങ്ങൾക്കൊക്കെ അർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആകേണ്ടതുണ്ട്. ഇതിൽ എന്താണ് ഇപ്പോൾ കായിക മന്ത്രി പറയുന്നത്? സ്വാതി, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മികവ് തെളിയിച്ച അല്ലെങ്കിൽ മെഡലുകൾ കൊയ്ത മലയാളി കായിക താരങ്ങൾക്ക് 2018 മുതൽ പാരിതോഷിക തുക മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം തന്നെ പുറത്തുവിട്ട വാർത്തയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ അടിയന്തര നടപടിക്കായി കായിക വകുപ്പ് ഒരുങ്ങുന്നത്. അതായത് ഇത്തരത്തിൽ സ്പോർട്സ് ഡയറക്ടർക്ക് കായിക മന്ത്രി OJ ജനീഷ് ഒരു റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത് എത്ര നാള് മുതലാണ് ഇത്തരത്തിൽ കായിക താരങ്ങൾക്ക് പാരിതോഷികം മുടങ്ങിയിരിക്കുന്നത്, അത് ഏതൊക്കെ കായിക ഇനങ്ങളിലെ താരങ്ങൾക്കാണ് മുടങ്ങിയിരിക്കുന്നത്, മാത്രമല്ല കുടിശ്ശികയായി നിലവിൽ എത്രയാണ് ഉള്ളത് എന്നുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അടിയന്തര നടപടിക്ക് തന്നെയാണ് കായിക വകുപ്പ് ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതായത് 2 ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ ഡയറക്ടർ സമർപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ വാർത്ത നൽകിയതുപോലെ ഇത്തരത്തിൽ ഭുവനേശ്വറിൽ നടന്ന ദേശീയ മത്സരത്തിലാണ് 22 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി മലയാളി താരമായ ആൻസി സോജൻ ഇത്തരത്തിൽ ഒരു ചരിത്ര നേട്ടം കുറിക്കുന്നത്. ആൻസി സോജൻ തന്നെ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയത് തനിക്ക് 3.75 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് സർക്കാരിൽ നിന്നും, അല്ലെങ്കിൽ പാരിതോഷികമാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതുള്ളത്. അത് വളരെ വേദനാജനകമായാണ് താരം ന്യൂസ് മലയാളത്തോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ താരം വ്യക്തമാക്കുന്നത് പോലെ പല ദേശീയ അന്തർദേശീയ മെഡലുകൾ കൊയ്ത താരങ്ങൾ നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ ബുദ്ധിമുട്ടോടെ തന്നെയാണ് കായിക മേഖലയിൽ അവർ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ പരിശീലനത്തിനാകട്ടെ, ഭക്ഷണത്തിനാകട്ടെ. എന്തായാലും വാർത്തയിൽ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളാണ് സനിറ്റ നൽകിയത്.